ലോകത്തിലെ ഒന്നാം നമ്പർ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്ക പോലും പേടിയോടെ നോക്കുന്ന ഒരു രാജ്യമുണ്ട്, റഷ്യ. ആ റഷ്യ മണ്ണിൽ നിന്ന് പിറവിയെടുത്ത അമേരിക്കൻ വ്യോമസേനയുടെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആയുധമാണ് S-400 ട്രയംഫ് എന്ന് പറയുന്നത്. സാധാരണ മിസൈലുകൾ പോലെയല്ല ഇത്. സ്വന്തം ആകാശത്തേക്ക് കണ്ണുരുട്ടി നോക്കുന്ന ഏത് വൻ ശക്തിയുടെയും ചിറകരിഞ്ഞ് താഴെയിടാൻ കാത്തിരിക്കുന്ന, കണ്ണിൽ ചോരയില്ലാത്ത ഒരു അദൃശ്യ ഉരുക്കുമതിലാണിത് എന്ന് പറയേണ്ടി വരും. നാറ്റോ സൈന്യം ഇതിനെ പേടിക്കുന്നത് ഗ്രൗളർ എന്ന ഇരട്ടപ്പേരിലാണ്. S-400 ഇത്രയേറെ ലോകശ്രദ്ധ നേടാൻ കാരണം റഡാറുകളിൽ പെടാതെ ആരും കാണാതെ പറക്കാൻ കഴിവുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള F-35 ലൈറ്റ്നിംഗ് സെക്കൻഡ്, F-22 യുദ്ധവിമാനങ്ങളെ പോലും കൃത്യമായി കണ്ടെത്തി വെടിവെച്ചിടാൻ ഇതിന് സാധിക്കുമെന്നതുകൊണ്ടാണ്. ഇത് ആരും വാങ്ങരുത് എന്ന് അമേരിക്ക ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ ആ ഭീഷണി ഒന്നും തെല്ലും വകവയ്ക്കാതെ ഇന്ത്യയും തുർക്കിയും ചൈനയും എല്ലാം കോടികൾ വാരിയെറിഞ്ഞ് ഇത് സ്വന്തമാക്കാൻ ക്യൂ നിന്നതോടെയാണ് S-400 ലോകത്തിന്റെ തന്നെ കണ്ണു തുറപ്പിച്ചത്. സാങ്കേതികമായി പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ സ്വന്തമായി വഴി കണ്ടെത്തി മുന്നേറുന്ന ഒരു മൊബൈൽ കൺട്രോൾ റൂമാണിത്. ഇതിന്റെ കൂറ്റൻ റഡാറുകൾക്ക് 600 കിലോമീറ്റർ അകലെയുള്ള 300-ലധികം ശത്രുലക്ഷ്യങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒപ്പിയെടുക്കാനും ഒരേ സമയം 36 ടാർഗറ്റുകളിലേക്ക് ഒന്നിച്ച് മിസൈലുകൾ തൊടുക്കാനും കഴിയും. 30 മുതൽ 40 ടണ്ണിലധികം ഭാരമുള്ള ഇതിന്റെ ഭീമൻ ലോഞ്ചർ ട്രക്കുകളിൽ 8 മുതൽ 10 വരെ കൂറ്റൻ ചക്രകൾ നൽകിയിരിക്കുന്നത് വെറുതെയല്ല. കാടോ മലയോ മഞ്ഞോ ചതുപ്പോ ആകട്ടെ, എവിടെയും വണ്ടി താഴാതെ പറന്നെത്തി മിനിറ്റുകൾക്കുള്ളിൽ വെടിവെക്കാൻ പൊസിഷൻ എടുക്കാനാണ് ഈ കിടിലൻ സെറ്റപ്പ്. ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ഈ റഷ്യൻ കരുത്ത് എത്തിയതോടെ നമ്മുടെ അതിർത്തികൾക്ക് ചുറ്റും തകർക്കാനാവാത്ത ഒരു മഹാകവചമാണ് ശരിക്കും ഒരുങ്ങിയിരിക്കുന്നത്. പുരാണങ്ങളിലെ ശത്രു സംഹാര ആയുധത്തെ ഓർമ്മിപ്പിച്ച് നമ്മുടെ സൈന്യം ഇതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് സുദർശന ചക്രം എന്നാണ്. ചാര ഡ്രോണുകളോ അത്യാധുനിക മിസൈലുകളോ ഏതുമാകട്ടെ, അതിർത്തി തൊടും മുമ്പ് ആകാശത്ത് വെച്ച് അവയെ ചാരമാക്കാൻ ഇന്ന് നമ്മുടെ ആകാശത്ത് കാവലായി ഈ അജയ്യമായ വൻമതിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്.